നമസ്കാരം. യാത്രകൾ ഇഷ്ടപ്പെടുന്ന യു കെയിലെ എല്ലാ മലയാളി സുഹൃത്തുക്കൾക്കും വാൻ വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യു കെയിൽ നിന്നും യൂറോപ്പിലേക്ക് ഒരു ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ മലയാളികളുടെയും ഒരു സ്വപ്നമാണ്. തീർച്ചയായും യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ വളരെ ഈസി ആയിട്ട് നമ്മൾ യു കെയിൽ ഡ്രൈവ് ചെയ്യുന്ന അതേ ലാഘവത്തോടു കൂടി തന്നെ നമുക്ക് യൂറോപ്പിലും നമുക്ക് ഈസി ആയിട്ട് ഡ്രൈവ് ചെയ്യാം. ഞങ്ങൾ ഏതാണ്ട് 21 ദിവസം കൊണ്ട് 6 രാജ്യങ്ങൾ സഞ്ചരിച്ചു. അത് ഞങ്ങൾ മെയിൻലി പോയത് ഫ്രാൻസിൽ നിന്നും ഞങ്ങൾ സ്വിറ്റ്സർലൻഡിൽ നിന്ന് ഇറ്റലിയിൽ നിന്ന് ജർമ്മനിയിൽ നിന്ന് ലക്സംബർഗ് പോകാൻ പ്ലാൻ ചെയ്തു. പക്ഷേ സമയക്കുറവ് കൊണ്ട് അത് പറ്റിയില്ല. അതുപോലെ തന്നെ ജർമ്മനിയിൽ നിന്ന് നേരെ നെതർലൻഡ്സിൽ നിന്ന് ബെൽജിയത്തിൽ നിന്ന് തിരിച്ച് യു കെയിൽ. വളരെ ഈസി ആയിട്ടും വളരെ സ്മൂത്ത്, അതുപോലെ തന്നെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ജേർണി ആയിരുന്നു. അധികം വലിയ പ്രിപ്പറേഷൻ ഒന്നും ആവശ്യമില്ല. കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. അതിനാവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സും അതിനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും കൂടാതെ ഈ രാജ്യങ്ങളിലെല്ലാം വളരെ സ്മൂത്തായിട്ട് ഡ്രൈവ് ചെയ്ത് പോയി കാണാവുന്നതാണ്. ഇതിനായിട്ട് നമുക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സ്, ഒന്നാമതായി നമുക്ക് വേണ്ടത് യു കെയുടെ ഫുൾ ഡ്രൈവിംഗ് ലൈസൻസ് ആണ്. അത് ഇൻ്റർനാഷണൽ ലൈസൻസ് ഒന്നും ആക്കേണ്ട കാര്യമില്ല. ചിലരങ്ങനെ പറയാറുണ്ട്, പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഫുൾ യു കെ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. രണ്ടാമതായി നമുക്ക് വേണ്ടത് പാസ്പോർട്ടാണ്. അത് നിങ്ങൾ ബ്രിട്ടീഷ് സിറ്റിസൺഷിപ്പ് ഉള്ള ആളാണെങ്കിൽ ബ്രിട്ടീഷ് പാസ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. അതുപോലെ പാസ്പോർട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മിനിമം 3 മാസമെങ്കിലും പാസ്പോർട്ടിൽ ഡേറ്റ് ഉണ്ടായിരിക്കണം. അടുത്തതായി നമുക്ക് വേണ്ടത് യൂറോപ്പ് കവർ ചെയ്യുന്ന ഒരു ഇൻഷുറൻസ് ആണ്. അത് മിക്ക കമ്പനിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 90 ഡേയ്സ് യൂറോപ്പ് കവർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് അതിനകത്ത് ഡോക്യുമെൻറ്റ്സിനകത്ത് നമുക്ക് വായിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ യൂറോപ്പ് കവറോടെ നമ്മുടെ കാറ് അല്ലെങ്കിൽ വാൻ്റെ ഇൻഷുറൻസിനകത്ത് അത് ആഡ് ചെയ്യണം. അടുത്ത ഡോക്യുമെൻറ്റ്സ് നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ കാറല്ലേ വാനിൻ്റെ നമ്മുടെ V5C ലോഗ് ബുക്കാണ്. അത് നമുക്ക് DVLAയുടെ ഡോക്യുമെൻ്റ് ആണ്. നമുക്ക് DVLAയിൽ നിന്ന് കിട്ടുന്ന ഗ്രീൻ പേപ്പർ അല്ലെങ്കിൽ ഗ്രീൻ റെഡ് വൈറ്റ് കൂടിയ ആ പേപ്പറാണ്. അത് അത്യാവശ്യമാണ്. അതെപ്പോഴും നമ്മുടെ ഡോക്യുമെൻറ്റ്സിൻ്റെ അതിൻ്റെ ഒറിജിനൽ കോപ്പി തന്നെ നമ്മൾ കയ്യിൽ വെക്കണം. അതുപോലെ തന്നെ IDP നമുക്ക് ആവശ്യമില്ല. കാര്യം നമ്മൾ മിക്കപ്പോഴും ഹോളിഡേയ്സ് 90 ഡേയ്സ് ആകുമ്പോൾ പോകുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ അതിൻ്റെ ആവശ്യം വരുന്നില്ല. അതുപോലെ നിങ്ങൾ നോൺ യു കെ പാസ്പോർട്ട് ഹോൾഡേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഷെങ്കൻ വിസ ആവശ്യമായിട്ട് വരും. അത് അത്ര എക്സ്പെൻസീവ് ആണെന്ന് തോന്നുന്നില്ല. അതിൻ്റെ കൂടുതൽ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ അതിൻ്റെ ചാർജും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഗൂഗിളിൽ അവൈലബിൾ ആണ്. ഞാൻ അത് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ മേലാത്ത, നമ്മൾ ചെയ്യാത്തൊരു കാര്യത്തെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. നിങ്ങൾ ഗൂഗിളിൽ അവൈലബിൾ ആണ്. അതല്ലെങ്കിൽ ഞാൻ കേട്ടിട്ടുണ്ട് ചില ട്രാവൽ ഏജൻസികൾ ഷെങ്കൻ വിസ അറേഞ്ച് ചെയ്ത് കൊടുക്കും എന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള അവർ ഏജൻസികളായിട്ട് കൺസൾട്ട് ചെയ്യാം. അടുത്തതായി നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മുടെ വണ്ടിക്കകത്ത് അത്യാവശ്യം കണ്ടിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തേത് റിഫ്ലക്റ്റീവ് ജാക്കറ്റ്സ് ആണ്. അത് നിങ്ങൾക്ക് ചീപ്പായിട്ട് അതൊരു പാക്കേജ് യൂറോപ്യൻ ഡ്രൈവിംഗ് കിറ്റ് എന്ന് നമ്മൾ eBayയിലൊക്കെ അടിച്ചു കഴിയുമ്പോൾ നമുക്ക് അതെല്ലാം കൂടെ കൂടിയിട്ടുള്ള ഒരു പാക്കേജ് കിട്ടും. അത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ വാർണിംഗ് ട്രയാങ്കിൾ, നമ്മൾ വഴിയിൽ എവിടെയെങ്കിലും ബ്രേക്ക് ഡൗൺ ആവുകയാണെങ്കിൽ ആ വാർണിംഗ് ട്രയാങ്കിൾ മസ്റ്റായിട്ടും വണ്ടിയുടെ പിറകിൽ തന്നെ നമ്മളത് വെക്കണം. അതുപോലെ തന്നെ ഹെഡ്ലൈൻ ബീം ഡിഫ്ലക്റ്റേഴ്സ്, അതായത് നമ്മുടെ മെയിൻ ബീം വരുന്നത് ഡെഫിനറ്റ്ലി അവിടെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ വണ്ടികളുടെ കണ്ണിലേക്ക് അടിക്കുന്നത് കൊണ്ട് തന്നെ അത് മസ്റ്റായിട്ടും നമ്മുടെ മെയിൻ ബീമിന് നേരെ ആ ഡിഫ്ലക്ടർ നമ്മൾ ഒട്ടിക്കണം. അതൊരു സ്റ്റിക്കറാണ്, eBayയിൽ കിട്ടും. അത് തന്നെ നിങ്ങൾക്ക് വാങ്ങിക്കാം. അതല്ല നിങ്ങളിങ്ങനെ കിറ്റായിട്ട് വാങ്ങിക്കുവാണെങ്കിൽ ആ കിറ്റിനകത്തത് ഉണ്ടാവും. അത് നമ്മൾ പോകുന്നതിന് മുമ്പ് തന്നെ മെയിൻ ബീമിൻ്റെ കറക്റ്റ് സെൻറ്ററിലായിട്ട് നമ്മളത് ഒട്ടിക്കണം. അത് മസ്റ്റാണ്. നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്നതാണ് ആ ബ്ലാക്ക് കളർ സ്റ്റിക്കറാണ് ഹെഡ്ലൈറ്റ് ഡിഫ്ലക്റ്റേഴ്സ്. അത് മസ്റ്റായിട്ട് ഒട്ടിക്കണം. അടുത്തതായി നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് നമ്മുടെ UK സ്റ്റിക്കറാണ്. അതൊരു വൈറ്റ് സ്റ്റിക്കറിൽ UK എന്ന് ബ്ലാക്ക് ലെറ്ററിൽ എഴുതിയ സ്റ്റിക്കറാണ്. അത് മസ്റ്റായിട്ട് വണ്ടിയുടെ പിറകിൽ തന്നെ അത് ഒട്ടിച്ച് വെക്കണം. ചിലർ വിചാരിക്കും നമ്മുടെ UK നമ്പർ പ്ലേറ്റ് UKയുടെ എന്ന് എഴുതിയിട്ടുണ്ട്, ഫ്ലാഗും ഉണ്ട്. അത് പോരാ, UK എന്ന് എഴുതിയ വലിയ സ്റ്റിക്കർ തന്നെ അത് ഒട്ടിക്കണം. അത് eBayയിൽ അവൈലബിൾ ആണ്. സ്റ്റിക്കർ മാത്രമായിട്ട് മേടിക്കണമെങ്കിൽ ഏതാണ്ട് £5 അത്രേ ഉള്ളൂ. അതല്ല, കിറ്റായിട്ട് നിങ്ങൾ മേടിക്കണേ, അത് ആ കിറ്റിനകത്ത് ഉണ്ടാവും.
അതുപോലെ സ്പെയർ ബൾബ് അല്ലെ ബ്രത്ത് അനലൈസർ അതൊന്നും ഞങ്ങളുടെ അടുത്ത് ചോദിച്ചില്ല, ആരും ചോദിക്കത്തില്ല എനിവേ. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ സെക്കൻഡ് ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കരുതാം, വേണ്ടെങ്കിൽ അത് ലീവ് ചെയ്യാവുന്നതാണ്. അടുത്തതായി നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു ഡോക്യുമെൻറ്റ് ക്രിറ്റ് എയർ സ്റ്റിക്കറാണ്. അത് ഫ്രഞ്ച് ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ പോയി നമ്മൾ ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യണം. വളരെ ഈസി പ്രോസസ്സാണ്. അത് ജസ്റ്റ് നമ്മുടെ വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പറും നമ്മുടെ ഡീറ്റെയിൽസും അത് നമ്മളതിനകത്ത് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് എനിക്ക് 4 യൂറോ ആയിരുന്നു. ഇപ്പം വലിയ വ്യത്യാസമൊന്നുമില്ല, ഏകദേശം ആ എമൗണ്ട് തന്നെയാണ്. അത് നമുക്ക് ഒരു 4 to 5 ഡേയ്സിനുള്ളിൽ നമുക്ക് ബൈ പോസ്റ്റ് വഴി നമ്മുടെ വീട്ടിൽ അത് സ്റ്റിക്കർ വരും. ആ സ്റ്റിക്കർ നമ്മൾ നമ്മുടെ വിൻഡോ സ്ക്രീനിൽ ഫ്രണ്ട് ഗ്ലാസ്സിൽ നമ്മളത് ഒട്ടിക്കണം. അത് വിസിബിൾ ആയിരിക്കണം എപ്പോഴും. നിങ്ങൾ പറ്റുമെങ്കിൽ ഒരു 2 to 3 വീക്സിന് മുമ്പ് അത് ഒന്ന് ഓർഡർ ചെയ്യുന്നത് നല്ലതായിരിക്കും. നമുക്ക് അത്യാവശ്യം സമയം കിട്ടുമല്ലോ അത് വരാനുള്ള പോസ്റ്റേജ് വഴി. അതുപോലെ തന്നെ ക്രിറ്റ് എയറിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതുപോലെ ഫ്യൂവൽ ടൈപ്പ് അത് നമുക്ക് ഈസിയാണ്, നമുക്കങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. കുറച്ച് പേർ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു അതിൻ്റെ ഡീസലിൻ്റെ ഗസോൾ എന്നൊക്കെ നമ്മൾ ഓർത്തിരിക്കണം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എല്ലാ പെട്രോൾ പമ്പിലും വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഡീസൽ B7 അല്ലെങ്കിൽ പെട്രോൾ. നമ്മൾ UK എങ്ങനെ പെട്രോൾ അടിക്കുന്നു അതുപോലെ തന്നെ ആണ് അവിടെ നമ്മൾ അടിക്കുക, അതുപോലെ തന്നെ അവിടെ കൊണ്ട് പേ ചെയ്യുക. അതല്ലെങ്കിൽ നമുക്ക് പമ്പിൽ തന്നെ പേ ചെയ്തിട്ട് നമുക്ക് ഡീസൽ അടിക്കാവുന്നതാണ്. തീർച്ചയായും നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് നല്ലൊരു ബ്രേക്ക് ഡൗൺ കവറാണ്. നിങ്ങളുടെ ഇൻഷുറൻസ് കാറിൻ്റെ അല്ലെങ്കിൽ വാനിൻ്റെ ഇൻഷുറൻസ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആവശ്യമില്ല. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബ്രേക്ക് ഡൗൺ കവർ അത്യാവശ്യമാണ്. അത് ഞാൻ എടുത്തത് AA വഴിയാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് RIC അങ്ങനെ പല ബ്രേക്ക് ഡൗൺ കവർ അവൈലബിൾ ആണ്. എനിക്ക് ചീപ്പായിട്ട് തോന്നിയത് AA ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ AA വഴി എടുക്കുക ചെയ്തത്. അടുത്തതായി എല്ലാവരും ചോദിക്കുന്നത് ടോളിനെ കുറിച്ചാണ്. അങ്ങനെ എല്ലാവരും ഒത്തിരി എമൗണ്ടൊക്കെ ടോളാകുമെന്ന് പറയും. പക്ഷേ ഈ പറയുന്ന എമൗണ്ടൊന്നും ടോളാകത്തില്ല. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഫ്രാൻസ് കലയിൽ നിന്ന് പാരീസ് സിറ്റിയിലേക്ക് എനിക്ക് പോകാനായിട്ട് 32 യൂറോയെ ടോൾ എടുത്തിട്ടുള്ളൂ. അത് നമുക്ക് ഈസിയാണ്. നമ്മൾ എൻ്റർ ചെയ്യുന്ന മെയിൻ റോഡിലേക്ക് കയറുമ്പോൾ അവിടെ തന്നെ ഉണ്ട് ടോൾ. അവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കുന്നു. ആ റോഡ് നമ്മൾ പാരീസിൽ എത്താറാകുമ്പോൾ അതിന് എക്സിറ്റ് ഉണ്ട്. അവിടെ എക്സിറ്റിൻ്റെ അവിടെ നമ്മൾ ആ ടിക്കറ്റ് ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് നമ്മുടെ കാർഡ് വെച്ച് പേ ചെയ്യുന്നു. അത്രയേ ഉള്ളത്. വളരെ സിമ്പിൾ പ്രോസസ്സാണ്. അതുപോലെ നമ്മൾ ഫ്രാൻസിൽ നിന്ന് സ്വിറ്റ്സർലൻഡിലേക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തിലേക്ക് ഡ്രൈവ് ചെയ്യുമ്പോഴും ആ കയറുന്ന മോട്ടോർവേയിൽ ഇതുപോലെ തന്നെ എൻട്രി ടിക്കറ്റ് എടുക്കുക. ദെൻ അതിനുശേഷം അത് എക്സിറ്റ് ആകുമ്പോഴേക്കും അവിടെ പേ ചെയ്യുക. എനിക്ക് പാരീസിൽ നിന്നും സ്വിറ്റ്സർലൻഡിലേക്ക് പോകാൻ ഏതാണ്ട് 32 യൂറോ ആണ് ടോളായത്. ഇത്രയും നേരം നമ്മൾ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ വണ്ടിയിൽ കരുതേണ്ട എന്തൊക്കെയാണെന്നാണ് നമുക്ക് കേട്ടത്. ഇനി നമുക്ക് ടിക്കറ്റ് എങ്ങനെ ബുക്ക് ചെയ്യാം എന്നുള്ളതാണ്. മെയിൻലി നമുക്ക് ഫ്രാൻസ് വഴിയാണ് മിക്ക രാജ്യത്തിലോട്ടുള്ള എൻട്രി കിട്ടുക. അപ്പോൾ മെയിൻലി നമുക്ക് 2 രീതിയിൽ നമുക്ക് ഫ്രാൻസിലെത്താം. ഒന്ന് നമുക്ക് ഫെറി എടുക്കാം. അതല്ല എങ്കിൽ നമുക്ക് യൂറോ ടണൽ വഴി, അതായത് നമ്മുടെ ഇംഗ്ലീഷ് ചാനലിൻ്റെ അടിയിൽ കൂടി ഒരു ടണലാണ്. അത് ഏതാണ്ട് ഒരു 50 കിലോമീറ്റർ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 50 കിലോമീറ്ററോളം നീളമുള്ള ടണലാണ്. അപ്പോൾ അത് നമുക്ക് ട്രെയിൻ സർവീസാണ് ഇവിടെ നിന്നുള്ളത്. നമ്മൾ ജസ്റ്റ് നമ്മുടെ കാറ് അല്ല വാന് ഡ്രൈവ് ചെയ്ത് നമ്മൾ ആ ട്രെയിനിൻ്റെ ബോഗിക്കകത്ത് ഡ്രൈവ് ചെയ്ത് കയറി നമ്മൾ അതിനകത്ത് തന്നെ ഇരിക്കുക. ലേ ഷട്ടിലാണെങ്കിൽ നമുക്ക് 40 മിനിറ്റ് കൊണ്ട് നമുക്ക് കലൈ എന്ന് പറയുന്ന ഫ്രാൻസിൽ ട്രെയിൻ സ്റ്റേഷനിലെത്താം. അവിടുന്ന് നമുക്ക് ഈസി ആയിട്ട് ഡ്രൈവ് ചെയ്ത് ഫ്രാൻസിലേക്ക് പോകാം. നിങ്ങൾ ഫെറിയാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന ഫെറി വരുന്നത് ഇത് രണ്ടും കെൻറ്റിലാണ്. ഡോവർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഫെറി അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി ലേ ഷട്ടിലാണെങ്കിൽ ഫോൾക്സ്റ്റോൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് നമുക്ക് ലേ ഷട്ടിൽ കിട്ടുക. ഏതാണ്ട് അടുത്തടുത്ത പ്ലേസ് ആണ്. ഇത് 2 ഓപ്ഷനാണ് നമുക്ക് ഫ്രാൻസിലേക്ക് എത്തിച്ചേരാനായിട്ട് മെയിൻലി ഉള്ളത്. ഫെറിയാണ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഗൂഗിളിൽ ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ മതി ചീപ്പസ്റ്റ് ഫെറി ടു ഫ്രാൻസ് എന്ന്. അപ്പം നമുക്ക് നല്ല ഓപ്ഷൻസ് അവർ ബ്രിങ് ചെയ്ത് തരും. അതനുസരിച്ച് നമ്മൾ ബുക്ക് ചെയ്യുക.
ഇനി ലേ ഷട്ടിലാണ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ബുക്കിംഗ് ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ ഞാനിപ്പോൾ തന്നെ പറഞ്ഞു തരാം. അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി. ലേ ഷട്ടിൽ ബുക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ മുകളിൽ കാണുന്ന പോലെ ടൈപ്പ് ചെയ്യുക. ലേ ഷട്ടിൽ നിന്ന് നമ്മുടെ ആപ്പ് സ്റ്റോറിൽ ടൈപ്പ് ചെയ്ത് നമുക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് ബുക്കിംഗ് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യുക ആപ്പായിരിക്കും. കാര്യം നമ്മുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നമുക്കതിനകത്ത് എൻ്റർ ചെയ്യണം. അതുപോലെ നമ്മുടെ ടിക്കറ്റും കാര്യങ്ങളെല്ലാം അതിനകത്ത് വരും. അത് ഇച്ചിരി നമുക്ക് ഈസി ആയിരിക്കും. നമുക്ക് പ്രിൻറ്റിങ് എന്നുള്ളൊരു ഓപ്ഷൻ അവോയ്ഡ് ചെയ്തിട്ട് എനിവേ ഇമെയിൽ കൺഫർമേഷൻ വരും. നമുക്ക് ഇച്ചിരി ഈസി ആയിട്ട് നമുക്ക് തോന്നുന്നത് അതിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാതെ ഐഫോൺ ആണെങ്കിലും വേറെ എന്തെങ്കിലും ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിലും നമുക്കതിനകത്ത് ആപ്പ് അവൈലബിൾ ആണ്. അതല്ല എങ്കിൽ നമ്മുടെ ലാപ്ടോപ്പിലെ വെബ്സൈറ്റിൽ ലേ ഷട്ടിൽ എന്നുള്ള വെബ്സൈറ്റ് എടുത്തിട്ട് ലേ ഷട്ടിൽ നിന്ന് ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് പോകേണ്ട ഫ്രം ഫോക്സ്റ്റോൺ എന്നാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ട്. അത് ടു കലയാണ് ഫ്രാൻസിലേക്ക് എത്തുക. 40 മിനിറ്റ് കൊണ്ട് നമ്മൾ അവിടെ ചെല്ലും. നമ്മൾ പോകേണ്ട ഡേറ്റ്, അതുപോലെ നമ്പർ ഓഫ് പാസഞ്ചേഴ്സ്, അവരുടെ ഡീറ്റെയിൽസ് എല്ലാം ചെയ്തിട്ട് നമ്മൾ ബുക്ക് ചെയ്തിടുക. ഏതാണ്ട് പല റേറ്റാണ് നമുക്ക് ലേ ഷട്ടിലിന് വരിക. 68 പൗണ്ട് മുതൽ പല റേറ്റുകളുണ്ട്. അത് ഒരിക്കലും ഒരു ഫിക്സഡ് റേറ്റ് അല്ല. നമ്മുടെ സീസൺ അനുസരിച്ച്, ഹോളിഡേ ടൈം അനുസരിച്ച് റേറ്റുകൾ മാറിക്കൊണ്ടിരിക്കും. നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഒരു സജഷൻ വെൽ ഇൻ അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യുവാണെങ്കിൽ ഇച്ചിരി ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ കിട്ടുന്നതാണ്. അതുപോലെ ഇത് നമ്മുടെ ഇൻക്ലൂഡിങ് നമ്മുടെ വാഹനം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ്, കാറാണെങ്കിലും വാനാണെങ്കിലും അതോട് കൂട്ടിയിട്ടാണ് അവർ റേറ്റ് പറയുക കേട്ടോ. അതുപോലെ പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അവരൊരു ഇമെയിൽ കൺഫർമേഷൻ വരും. പോകുന്നതിനൊരു ഒരാഴ്ച മുമ്പായിട്ട് ഏകദേശം അതിനകത്ത് കൃത്യമായിട്ട് അവിടെ എത്തിച്ചേരേണ്ട മാപ്പ്, അത് ഐഫോണിൻ്റെ മാപ്പ് അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പിൻ്റെ മാപ്പ് എന്നുള്ള പല ഓപ്ഷനിൽ അവർ പല മാപ്പിൻ്റെ ഒരു ഡീറ്റെയിൽസ് നമുക്ക് തരും. അതേ ക്ലിക്ക് ചെയ്താൽ കൃത്യമായിട്ട് ഒരു ബുദ്ധിമുട്ടും കൂടാതെ അവരുടെ സ്റ്റേഷനിലേക്ക് നമ്മളെ എത്തിക്കുന്നതാണ് ആ മാപ്പ്. അതുപോലെ അവിടെ ചെല്ലുമ്പം ഓട്ടോമാറ്റിക്കലി അവിടുത്തെ ക്യാമറ നമ്മുടെ ഓൾറെഡി പ്രീ ബുക്ക്ഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ റെക്കഗ്നൈസ് ചെയ്യും. അപ്പോൾ നമുക്ക് ജസ്റ്റ് അവർ നമ്മളോട് ചോദിക്കും. നമുക്ക് 2 രീതി ചെക്ക് ഇൻ ചെയ്യാം. ഒന്ന്, അവിടെ മാനുവലി ആൾക്കാരുണ്ട്. അതല്ല എങ്കിൽ അവിടെ സ്ക്രീനുണ്ട്. ആ സ്ക്രീനിൽ നമ്മുടെ പേര് അതിൽ എഴുതി കാണിക്കും. അത് കറക്റ്റ് ഡീറ്റെയിൽസ് ആണോ എന്ന് ചോദിക്കും. അതനുസരിച്ചിട്ട് നമുക്കത് അവിടുന്ന് ഒരു ടിക്കറ്റ് തരും. ആ ടിക്കറ്റ് നമ്മൾ എടുക്കണം. ആ ടിക്കറ്റ് വണ്ടിയുടെ ഫ്രണ്ടിൽ ഡിസ്പ്ലേ ചെയ്യണം. അത് നമ്മൾ ട്രെയിനിൽ കയറുന്നിടം വരെ ആ ടിക്കറ്റ് അവിടെ ഉണ്ടാവണം. അതുപോലെ 2 സെഷനിലാണ് മെയിൻലി ലോങ് വെഹിക്കിൾ അല്ലെങ്കിൽ കാറിന് 2 ലൈനാണ്. അത് നമുക്ക് ഈസിയാണ് കണ്ടുപിടിക്കുന്നത്. അതവിടെ ബോർഡിൽ ഉണ്ടാവും. അതുപോലെ റോഡിലെല്ലാം കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവിടെ ആൾക്കാരും ഉണ്ടായിരിക്കും നമ്മളെ ഗൈഡ് ചെയ്യാനായിട്ട്. അപ്പം അതിന് പ്രശ്നം ഒന്നും നമുക്ക് വരുന്നില്ല. പിന്നെ നമ്മൾ ഇച്ചിരി നേരത്തെയാണ് ചെല്ലുന്നെങ്കിൽ ഒന്നും പേടിക്കേണ്ട. നിങ്ങൾ ധൈര്യമായിട്ട് അവിടെ കയറാം. അവിടെ പാർക്കിംഗ് ചാർജ് അങ്ങനെയൊന്നുമില്ല. നേരത്തെ ആണെങ്കിൽ നമുക്ക് ഒരു ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളടുത്ത് ചോദിക്കും, നിനക്ക് എയർലി ട്രെയിൻ, നിങ്ങൾക്ക് ഇന്ന ട്രെയിൻ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് പോകാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് എയർലി അത് നമുക്ക് പിക്ക് ചെയ്യാം. അത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. അത് നമുക്ക് സ്ക്രീനിൽ കൃത്യമായിട്ട് കാണാം. അങ്ങനെയാണ് നമുക്ക് ഇച്ചിരി എയർലി ആയിട്ട് നമുക്ക് ട്രെയിൻ എടുക്കാൻ പറ്റും. വൺസ് നമ്മൾ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ പാസ്പോർട്ട് ആൻഡ് സെക്യൂരിറ്റിയാണ്. അവിടെ നമ്മൾ മെയിൻലി നമുക്ക് 2 ബോർഡർ ഏജൻസിയാണ് വരുന്നത്. ഒന്ന് UK ബോർഡർ ഏജൻസിയും ഒന്ന് ഫ്രാൻസ് ബോർഡർ ഏജൻസിയും. അവിടെയും ഈ പറയുന്ന ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ജസ്റ്റ് നമ്മുടെ പാസഞ്ചേഴ്സിൻ്റെ പാസ്പോർട്ട് കാണിക്കുക. അവർ ജസ്റ്റ് നമ്മൾ ഫേസുമായിട്ട് നോക്കും. പിന്നെ അവരുടെ ഡോക്യുമെൻറ്റ്സും എല്ലാം കഴിഞ്ഞത് സ്റ്റാമ്പ് ചെയ്ത് തരും. ആദ്യം UK ആണ് വരിക, ദെൻ ഫ്രാൻസിൻ്റെ ബോർഡർ അതെല്ലാം ഈ ക്യാമ്പസിനകത്ത് തന്നെ ഉണ്ട്. ജസ്റ്റ് അത് കാണിക്കുക. അത് കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പ്രോസസ്സ് അവിടെ തീരുവാണ്. പിന്നെ നമ്മൾ നേരെ ബോർഡർ ക്രോസ് ചെയ്യാവുന്നതാണ് അടുത്ത പ്രോസസ്സ്. അതിനകത്ത് നമ്മൾ തന്നെ നേരെ ലൈനായിട്ട് ഈ സെയിം റൂട്ട് കണ്ടിന്യൂ ചെയ്തിട്ട് ഒരു പ്ലേസിൽ നമ്മൾ എത്തിച്ചേരും. അവിടെ നമുക്ക് കാണാൻ ബാരിയറുണ്ട് അവിടെ. അതുപോലെ തന്നെ റെഡ് ലൈറ്റും കാണാം. അപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒരു പ്ലേസിലാണ് നമ്മൾ പോയി കിടക്കുന്നത്. അവിടെ നമ്മുടെ ടൈം ആ ലെഫ്റ്റിൽ കാണുന്ന സ്ക്രീനിൽ നമ്മൾ എഴുതി കാണിക്കും നമ്മുടെ ട്രെയിൻ നമ്പർ, അതുപോലെ ഓൺ ടൈം ആണോ, നമ്മുടെ ടൈം എപ്പോഴാണ്, ഇതെല്ലാ ഡീറ്റെയിൽസും അതിനകത്ത് കാണും. നമ്മുടെ സമയമായി കഴിയുമ്പോൾ ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ആ ബാരിയർ 1 by 1 ആയിട്ട് അവരുടെ പ്രയോറിറ്റി അനുസരിച്ചിട്ട് അത് ഓപ്പൺ ആകും. ഗ്രീൻ ലൈറ്റും കാണും, ബാരിയർ ഓപ്പൺ ആകും. ദെൻ നമ്മൾ ഡ്രൈവ് ചെയ്ത് ജസ്റ്റ് അങ്ങ് പോയി നമ്മൾ നേരെ അവിടെ ആൾക്കാരുണ്ട് നമ്മളെ ഗൈഡ് ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ നേരെ ട്രെയിനിലേക്ക് കയറുകയാണ് ചെയ്യുന്നത്. ഒരു അഡ്വൈസ് കൂടെ, പറ്റുമെങ്കിൽ നിങ്ങൾ സാറ്റ്നാവ് GPS സിസ്റ്റം ഉള്ളതും കൂടെ കഴുതുവാണെങ്കിൽ ഇച്ചിരി സ്മൂത്ത് ആയിരിക്കും. യൂറോപ്യൻ കവറുള്ള ഏതെങ്കിലും ഒരു സാറ്റ്നാവ്. ഞാൻ ഗാർമിൻ്റെ സാറ്റ്നാവായിരുന്നു എൻ്റെ കയ്യിൽ. അത്യാവശ്യം നല്ലൊരു സാറ്റ്നാവാണത്. അതുപോലെ തന്നെ നിങ്ങൾ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ് നമ്മുടെ ഗൂഗിൾ ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ. നിങ്ങൾ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട്
അത് നിങ്ങൾ പോകുന്ന ഡെസ്റ്റിനേഷൻ ഒന്ന് ടൈപ്പ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കാരണം എല്ലാവരും ധൃതി വെച്ച് എടുത്തുകൊണ്ട് അങ്ങ് പോകും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നമുക്കൊരു കൺഫ്യൂഷൻ ആവും നമ്മൾ റോഡിൻ്റെ എങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പോൾ നിങ്ങൾ വെൽ പ്രിപ്പയർ ആയിട്ട് നമുക്ക് ഏകദേശം അവിടെ എത്തുമ്പോൾ അറിയാം ട്രെയിൻ പതുക്കെ സ്ലോ ആയി, നമുക്ക് അതുവരെ ഡാർക്കാണ്, ഇരുട്ടാണ്. അതിനുശേഷം അത് വെളിച്ചത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം നമ്മൾ എത്താറായി. അപ്പോൾ അത് ഉടനെ തന്നെ നിങ്ങൾ ജസ്റ്റ് മാപ്പ് ഒന്ന് ഓണാക്കുവാണെങ്കിൽ നമുക്ക് ജേർണി ഇച്ചിരി സ്മൂത്ത് ആയിരിക്കും. അതുപോലെ നിങ്ങളുടെ അക്കോമഡേഷൻ നിങ്ങൾ ഹോട്ടലിലാണ് താമസിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു booking.com ഇച്ചിരി അഡ്വൈസബിൾ ആണ്. അത്യാവശ്യം നിങ്ങൾ പറ്റുമെങ്കിൽ അത്യാവശ്യം സ്റ്റാൻഡേർഡുള്ള റിപ്യൂട്ടബിൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി അഥവാ ക്യാമ്പ് സൈറ്റാണ് നിങ്ങൾ ബുക്ക് ചെയ്യുന്നതെങ്കിൽ ഞാൻ മേളിൽ 2 വെബ്സൈറ്റുകൾ കാണിച്ചിട്ടുണ്ട്. ഞാൻ അത് രണ്ടുമാണ് മെയിൻലി ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ക്യാമ്പ് സൈറ്റുകൾ ബുക്ക് ചെയ്യാനായിട്ട്. അതുപോലെ ക്യാമ്പ് സൈറ്റിലാണെങ്കിൽ നമുക്ക് ഫിക്സഡ് ക്യാരവാൻ ഉണ്ട്, നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ടെൻറ്റാണ് താല്പര്യമെങ്കിൽ ടെൻറ്റിൽ സ്റ്റേ ചെയ്യാം. അതല്ല റൂഫ് ടെൻറ്റായിട്ട് റൂഫ് ബോക്സ് ആയിട്ട് വരുന്നവരുണ്ട്. അതല്ല ക്യാമ്പർ വാൻ അല്ലെ മോട്ടോർ ഹോം ഹയർ ചെയ്ത് വരുന്നവരുണ്ട്. അപ്പം നമുക്കത് എടുക്കുമ്പം നമുക്ക് മെയിൻലി 2 വെബ്സൈറ്റാണ് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ. ഒന്ന് ക്യാരവാൻ ആൻഡ് മോട്ടോർ ഹോം, രണ്ടാമത്തേത് പിച്ചപ്പ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റാണ്. ഇത് രണ്ടും നിങ്ങൾക്ക് ക്യാമ്പ് സൈറ്റുകൾ ഇതിൽ രണ്ടിലും അവൈലബിൾ ആണ്. ഞാൻ ഫ്രാൻസിലെടുത്തത് ക്യാമ്പിംഗ് ഡെ പാരീസ് എന്ന് പറഞ്ഞിട്ടൊരു ക്യാമ്പ് സൈറ്റാണ്. അത്യാവശ്യം നല്ല വലിയൊരു ക്യാമ്പ് സൈറ്റാണ്, നല്ല ഫ്രണ്ട്ലി സ്റ്റാഫാണ്, എല്ലാം നീറ്റ് ആൻഡ് ടൈഡി ആണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലൊരു ക്യാമ്പ് സൈറ്റാണ്. ഞാൻ ഹൈലി അത് റെക്കമെൻഡ് ചെയ്യും. അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്യാമ്പ് സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പാരീസ് സിറ്റി സെൻറ്ററിലോട്ട് അവരുടെ ക്യാമ്പ് സൈറ്റിൻ്റെ ക്യാമ്പസിൽ നിന്ന് തന്നെ നമുക്ക് ബസ്സുണ്ട്. ആ ബസ് ഒരു ചെറിയൊരു സിറ്റിയിലേക്ക് എത്തിക്കും. അവിടുന്ന് നമുക്ക് 20 മിനിറ്റ് മെട്രോ എടുത്തു കഴിഞ്ഞാൽ മെട്രോ ഒത്തിരി എക്സ്പെൻസീവ് ഒന്നുമല്ല, മെട്രോ ചീപ്പാണ്. അതെടുക്കേണ്ട ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ ക്ലിയറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. മെട്രോ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ 20 മിനിറ്റ്സിനുള്ളിൽ നമ്മൾ പാരീസിലെത്തും. അതുപോലെ തന്നെ അവിടുന്ന് നമുക്ക് ഇഷ്ടമുള്ള ഏത് സ്ഥലങ്ങളിലും മെട്രോ വഴി പോവുകയാണെങ്കിൽ നമുക്ക് പാർക്കിംഗ് എന്ന് പറഞ്ഞൊരു ടെൻഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ഈസിയാണ്, എല്ലായിടത്തോട്ടും ഈസി ആക്സസിബിൾ ആയിട്ട് നമുക്ക് മെട്രോ അവൈലബിൾ ആണ്. അതുകൊണ്ട് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുക നിങ്ങൾ മെട്രോ എടുക്കുന്നതായിരിക്കും. നമ്മൾ പാർക്കിംഗ് സ്പേസ് വലിയ വണ്ടികളൊക്കെ ആണെങ്കിൽ അത് പാർക്ക് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതല്ല കാറുകളാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ പാർക്കിംഗ് അവൈലബിൾ ആണ്. എങ്കിലും ആ ഒരു ടെൻഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ നിങ്ങൾ മെട്രോ എടുക്കുകയാണെങ്കിൽ എൻ്റെ അടുത്ത വീഡിയോയിൽ കൃത്യമായിട്ട് ഞാനത് എങ്ങനെയാണ് എടുക്കുന്നതെന്നും കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ കാണുന്ന പോലെ തന്നെ വൺസ് ഫ്രാൻസിലെ കലയിൽ എത്തിക്കഴിയുമ്പോൾ നമ്മൾ കയറിയതുപോലെ തന്നെ നമ്മൾ ട്രെയിനിൽ നിന്നും നമ്മൾ ഔട്ടായിട്ട് നമ്മൾ നേരെ കയറുന്നത് ഹൈവേയിലേക്കാണ്. അതിൻ്റെ കൃത്യമായിട്ട് സ്പീഡ് ലിമിറ്റും കാര്യങ്ങളും എല്ലാം അതിൽ നമ്മുടെ UK പോലെ തന്നെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. പ്ലസ് നമ്മുടെ കയ്യിൽ പറ്റുമെങ്കിൽ നിങ്ങളൊരു GPS സിസ്റ്റവും ഒരു ഗൂഗിൾ മാപ്പ് അല്ലെങ്കിൽ അങ്ങനെ എന്താ മാപ്പാണ് വെയ്സോ നിങ്ങൾ പ്രിഫർ ചെയ്യുന്ന ഏത് മാപ്പാണ് അത് വെക്കുക. അപ്പോൾ 2 എണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നമുക്ക് രണ്ടും ഒരുപോലെ നമുക്കത് കറക്റ്റായിട്ട് ഇൻഫർമേഷൻ കിട്ടും. എന്നിട്ട് എല്ലാവരും പറയുന്നു UK റൈറ്റ് ഹാൻഡ് സൈഡ് ഡ്രൈവ് ആണല്ലോ, അവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആണല്ലോ. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു കോർഡിനേഷൻ്റെ ബുദ്ധിമുട്ടും തോന്നിയില്ല. കയറുമ്പം തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളത് ഡ്യുവൽ കാരേജിലേക്കാണ് കയറുന്നത്. അത് 2 റോഡും ഇങ്ങോട്ടുള്ളതും അങ്ങോട്ടുള്ളതും ഡിവൈഡർ വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ റോഡിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് നമ്മൾ ഒരു കാര്യം ഓർത്താൽ മതി, നമ്മൾ കെർബിൻ്റെ സൈഡിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നു എന്ന് മാത്രം ഓർത്താൽ മതി. നമ്മുടെ സ്റ്റിയറിങ് എപ്പോഴും കെർബിൻ്റെ സൈഡിൽ ആണ് നമ്മൾ ഇരിക്കേണ്ടത് എന്ന് ഓർത്താൽ മതി. പിന്നെ നിങ്ങൾ റൗണ്ട് അബൌട്ട് വരുമ്പം ജസ്റ്റ് ആദ്യത്തെ 1-2 റൗണ്ട് അബൌട്ട് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. കാര്യം നമ്മൾ UK നമ്മളെപ്പോഴും റൈറ്റിലോട്ടാണ് റൗണ്ട് അബൌട്ട് നോക്കുക വണ്ടി വരുന്നുണ്ടോയെന്ന്. പക്ഷേ ഇവിടെ നേരെ ഓപ്പോസിറ്റാണ്, നമ്മൾ ലെഫ്റ്റിലോട്ട് നോക്കിയിട്ടാണ് നമ്മൾ UK നമ്മൾ റൈറ്റിലേക്ക് നോക്കി ലെഫ്റ്റിൽ എക്സിറ്റ് വഴി അല്ല ലെഫ്റ്റ് ചേർന്നാണ് പോവുക. ഇവിടെ നേരെ തിരിച്ചാണ്, നമ്മൾ ലെഫ്റ്റിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് റൈറ്റിലേക്ക് ആണ് പോവുക. അപ്പം റൈറ്റിൽ ഇപ്പോൾ ഫസ്റ്റ് എക്സിറ്റ് ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് റൈറ്റ് എടുത്തിട്ട് നമ്മൾ എക്സിറ്റ് എടുക്കുക ചെയ്യുന്നു. അത് പക്ഷേ ഒരു ബുദ്ധിമുട്ടും വരത്തില്ല. നമ്മൾ ഓടിക്കുമ്പോൾ നാച്ചുറലി നമ്മൾ അതുമായിട്ട് അങ്ങ് ലിങ്ക് ആയി പോലെ നമ്മളതുമായിട്ട് അങ്ങ് അഡാപ്റ്റ് ആവും. അത് നമുക്ക് ഈസിയാണ്, അത്ര ബുദ്ധിമുട്ടൊന്നും വരത്തില്ല കേട്ടോ. അടുത്തതായി നമ്മുടെ മൊബൈൽ സിം എന്താണെന്നുള്ളത്. സിം ഏതാണെന്ന് കുറച്ച് പേര് ചോദിച്ചായിരുന്നു. അതിൽ നമുക്ക് എൻ്റെ കയ്യിലുള്ളത് ലിബറയാണ്. ലിബറ അത്യാവശ്യം സ്വിറ്റ്സർലൻഡ് ഒഴികെ എല്ലാ രാജ്യങ്ങളിലും വർക്ക് ചെയ്യും. നമ്മുടെ ഇൻ്റർനെറ്റും അവൈലബിൾ ആണ്. അതല്ല നിങ്ങൾക്ക് ഇച്ചിരി വേറെ എന്തെങ്കിലും സിം വേണമെങ്കിൽ ഞങ്ങളെടുത്തത് മായ മൊബൈൽസ് ആണ്. അതിനും അത്യാവശ്യം എല്ലാ സ്ഥലത്തും നല്ല കവറേജ് ഉണ്ട്.
അടുത്തതായിട്ട് നിങ്ങൾ UK നോർത്ത് സൈഡിൽ നിന്ന് വരുന്നവരാണ് ഒറ്റയടിക്ക് ഡ്രൈവ് ചെയ്യുന്നതിന് പകരം പറ്റുമെങ്കിൽ കെൻറ്റിൽ എവിടെയെങ്കിലും ഒരു അക്കോമഡേഷൻ എടുത്ത് സ്റ്റേ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാൻ എടുത്തത് ബ്ലാക്ക് ഹോഴ്സ് ഫാം ക്ലബ് ക്യാമ്പ് സൈറ്റ് എന്ന് പറഞ്ഞ് കാൻറ്റർബറി റോഡിൽ കെൻറ്റിൽ ഞാൻ എടുത്തത്. അവിടുന്ന് ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ അവിടുന്ന് മാക്സിമം 15 to 20 മിനിറ്റ്സേ ഉള്ളൂ ഫോൾസ്റ്റോൺ സ്റ്റേഷനിലേക്ക്. സോ അതുപോലെ തന്നെ അധികം ട്രാഫിക്കുകളൊന്നുമില്ല. നമുക്ക് ടെൻഷൻ അടിക്കാതെ നമ്മുടെ സ്റ്റേഷനിലേക്ക് നമുക്ക് ഈസി ആയിട്ട് എത്തിച്ചേരാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഞാൻ അത്യാവശ്യം എല്ലാ ഇൻഫർമേഷൻസും പാസ് ചെയ്തു എന്ന് തോന്നുന്നു. അതുപോലെ നിങ്ങൾ പാരീസിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ കാണാനുള്ള കാഴ്ചകളും അതുപോലെ തന്നെ അവിടുത്തെ മെട്രോ ടിക്കറ്റുകൾ എങ്ങനെ എടുക്കാം, അതിന് നമുക്ക് വേണ്ടത് നാവിഗോ എന്ന് പറഞ്ഞൊരു പാസ് ഉണ്ടെങ്കിൽ ഇച്ചിരി ചീപ്പായിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റും. അതിനെക്കുറിച്ച് ബാക്കിയുള്ള കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതുപോലെ ഈ യാത്ര നോക്കിയിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു യാത്ര ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇത്രയും നേരം ശ്രദ്ധയോടെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്.